ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. ഇത് നമ്മൾ റാഗിയും ബ്രൊക്കോളിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവർക്കും ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ മുടികൊഴിച്ചിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മുടികൊഴിച്ചിൽ നന്നായി കുറയും. നമ്മുടെ സ്കിന്നിനും ഇത് നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, ഫീഡിങ് മദേഴ്സ് ആണെങ്കിൽ പാല് കൂടുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. അപ്പം ഇതൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് ബീൻസും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 കഷ്ണം ബ്രൊക്കോളി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തണ്ട് വേറെ ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം തണ്ടിന് കുറച്ച് കട്ടിയുണ്ടായിരിക്കും. അപ്പം തണ്ട് നമ്മൾക്ക് ആദ്യം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ പകുതി ക്യാപ്സിക്കം അരിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ നമ്മൾക്ക് ഇതിനകത്തേക്ക് ആവശ്യമുണ്ട്. ഇനി മെയിനായിട്ട് നമ്മൾക്ക് വേണ്ടത് റാഗിപ്പൊടിയാണ്. ഞാനിവിടെ മുളപ്പിച്ച റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് കൂടുതൽ നല്ലത്. മുളപ്പിച്ച റാഗിപ്പൊടിയിൽ 10 മടങ്ങ് കൂടുതൽ അയൺ അടങ്ങിയിട്ടുണ്ടായിരിക്കും സാധാരണ റാഗിയേക്കാളും. അതുകൊണ്ട് തന്നെ ബ്ലഡ് കുറവുള്ളവരൊക്കെ ആണെങ്കിൽ മുളപ്പിച്ച റാഗിപ്പൊടി കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും എല്ലുകൾക്കും പല്ലുകൾക്കും എല്ലാം നല്ലതാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ റാഗിയിൽ ഒരുപാട് ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നന്നായി നിറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾക്ക് തോന്നും. ഇടയ്ക്കിടയ്ക്ക് വിശക്കത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുന്ന ഹാബിറ്റ് ഉള്ളവർക്കും വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവർക്കും ഡയബറ്റിക് പേഷ്യൻസിനുമെല്ലാം ഇത് വളരെയധികം ഉപകാരപ്പെടും. മുളപ്പിച്ച റാഗിപ്പൊടി സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടും. ഇത് 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കട്ടയില്ലാത്ത രീതിയിൽ കലക്കിയെടുക്കണം. ഇത് കട്ടയില്ലാതെ നമ്മൾ കലക്കി വെച്ചാലും ഒഴിക്കുന്ന സമയത്ത് നമ്മൾക്കിത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കേണ്ടി വരും. കാരണം റാഗിയെല്ലാം അടിയിലോട്ട് പോയി കാണും. അതുകൊണ്ട് ഇപ്പം ഇളക്കി വെച്ചാലും ഒഴിക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഞാനിതിവിടെ കട്ടയില്ലാത്ത രീതിയിൽ കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. വെജിറ്റബിൾസ് എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സൂപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് കട്ടിയുള്ള ഇതേപോലത്തെ സ്റ്റീലിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യുമിൻ സീഡ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇതുണ്ടാക്കാനായിട്ട് ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ജീരകം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി പൊടിയായിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് 1 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ. പിന്നെ നമ്മൾ എടുത്തു വെച്ച ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതുപോലത്തെ സൂപ്പിനൊക്കെ ചെറിയ ഉള്ളി ഇടുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം ചെറിയ ഉള്ളിയിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും ബോഡിയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും സഹായിക്കും. ഇനി ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. 1 പച്ചമുളക് ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 1 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി. ഇപ്പം ഇതെല്ലാം കൂടെ കുറച്ച് നേരം വഴറ്റിയിട്ടുണ്ട്. ഇത്രയും വഴന്ന് വന്നാൽ മതി. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് അരിഞ്ഞതാണ്. ഇത് അരിഞ്ഞതിന് ശേഷം 1/2 കപ്പ് ഉണ്ട്. ഇനി വെജിറ്റബിൾസ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം, അതിന് കുഴപ്പമില്ല. ഇനി ഇട്ട് കൊടുക്കുന്നത് ബ്രൊക്കോളിയുടെ തണ്ടാണ്. അത് നമ്മൾ അരിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് വേവ് കൂടുതലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത് ആദ്യമേ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് ചെറുതാക്കി അരിഞ്ഞ ബീൻസാണ്. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഇതിവിടെ കുറച്ച് നേരം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും എല്ലാം കൂടെ കുറച്ച് നേരം കൂടെ വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളിയിലും ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് ഷുഗർ കുറയ്ക്കുന്നതിനും സഹായിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് ബ്രൊക്കോളി. വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, അയൺ, പൊട്ടാഷ്യം, ഫൈബർ ഇതെല്ലാം ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും. പിന്നെ അത് മാത്രമല്ല, ബ്രൊക്കോളി കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരറിയത്തുപോലുമില്ല ഇതിനകത്ത് ബ്രൊക്കോളി ഇട്ടു എന്നുള്ളത്. കാരണം നമ്മൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ സൂപ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. ബ്രൊക്കോളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം ഇനി വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് വെള്ളമാണ്. 3 കപ്പ് വെള്ളം ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരണം. വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രൊക്കോളി എല്ലാം കുറച്ച് കടിക്കാൻ കിട്ടുന്നൊരു പാകത്തിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഉപ്പെല്ലാം ഒന്നുകൂടെ നോക്കാം.
ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. പെട്ടെന്ന് തിളയ്ക്കാനായിട്ട് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് കിട്ടും. 1 മിനിറ്റ് മാത്രം ഇതൊന്ന് തിളച്ചാൽ മതി. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ കലക്കി വെച്ച റാഗിയാണ്. ആ റാഗി ഒന്നും കൂടെ ഒന്ന് കലക്കിയതിന് ശേഷം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിൻ്റെ അടിയിലൊക്കെ കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. റാഗി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അടിഭാഗത്ത് മാത്രം റാഗി കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് തീ നന്നായി കൂട്ടി വയ്ക്കാം. പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് കിട്ടും. ഇപ്പോൾ ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. റാഗി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇത് ഒരുപാട് കുറുകിയിട്ടാണ് കിട്ടുന്നതെങ്കിൽ കുറച്ചും കൂടെ വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇത് കറക്റ്റ് പാകമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചതച്ചെടുത്താലും മതി. ഇങ്ങനെ ഇടുന്നതുകൊണ്ട് സൂപ്പിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. ഇനി ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ്. 1/2 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മഞ്ഞ കളറിലുള്ള ക്യാപ്സിക്കോ അല്ലെങ്കിൽ റെഡ് കളറിലുള്ള ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നേരം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ നമ്മൾക്ക് സൂപ്പിൽ വേണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ട് ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ അതൊക്കെ ലാസ്റ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇട്ട് കൊടുക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഓണിയനാണ്. അതും 1/2 കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് 1 മിനിറ്റ് മാത്രം ഒന്ന് തിളച്ചാൽ മതി. അത്രയ്ക്കുള്ള വേവേ ക്യാപ്സിക്കത്തിനും സ്പ്രിംഗ് ഓണിയനും ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് സമയം ഇതിട്ട് തിളപ്പിക്കരുത്. ഇപ്പോൾ ഇതിവിടെ ഏതാണ്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മളുടെ സൂപ്പ് ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം 2 കാര്യങ്ങൾ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂൺ നാരങ്ങാ നീരും പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടെയാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സൂപ്പിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലത്തെ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിത് ചൂടോടെ തന്നെ കുടിക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇത് രാവിലെ കുടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വയറ് നിറഞ്ഞ പോലെ തോന്നും. അതുകൊണ്ട് വെയിറ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്നവർ ഇത് രാവിലെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറേ സമയത്തേക്ക് നമ്മൾക്ക് വിശക്കാതിരിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയൊരു സൂപ്പും കൂടിയാണിത്. മുളപ്പിച്ച റാഗിപ്പൊടിയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചീരയില, മുരിങ്ങയില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ചീരയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ബ്രൊക്കോളി ഇട്ട് കൊടുത്ത് അതേ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ബ്രൊക്കോളി കിട്ടിയില്ല എങ്കിൽ അതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതാണോ കിട്ടുന്നത് അത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പും കൂടിയാണ്. റാഗി വെച്ചുണ്ടാക്കുന്ന ഒരുപാട് റെസിപ്പീസ് നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും റാഗി ഡ്രിങ്കും എല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ സൂപ്പെല്ലാം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്